എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന WLFൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദി ഈ അടുത്ത് നടന്നിട്ടുള്ള 2 സംഭവങ്ങളുടെ മാതൻ്റെയും ചൂണ്ടയുടെയും സംഭവത്തിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ ഈ സെഷൻ തുടങ്ങാമെന്നാണ് എനിക്ക് കരുതുന്നത്. കാരണം നമ്മൾ ഇത്രത്തോളം ഈ വേദിയിൽ എത്തി നിൽക്കുമ്പോൾ പോലും ഇന്നുവരെ ആദിവാസികളെ ഒരു സമുദായത്തിൻ്റെ ഭാഗമായി കാണാത്ത ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെഷൻ ആരംഭിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം തന്നെ ഈ ഗോത്ര കവിതയിലെ വഴികൾ അല്ലെങ്കിൽ ഗോത്ര കവിതകളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഗോത്ര കവിതകൾ എന്നുള്ളൊരു സെഷനും കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ പറയപ്പെട്ടിട്ടുള്ള സാഹിത്യ രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗോത്ര കവിതകൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ കാണുന്ന എഴുത്തുകളിലൊക്കെ ആദിവാസി ജീവിതങ്ങൾ ഒന്നുകിൽ ദൈനംദിനതയുടെയോ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയുടെയോ ഭാഗമായിട്ട് തന്നെ കാണുന്ന സമയത്ത് സ്വന്തമായി സ്വത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആഘോഷം തന്നെയാണ് നമ്മൾ ഗോത്ര കവിതകളിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വെറുതെ ഒരു ആഘോഷങ്ങൾ മാത്രമല്ല ഗോത്ര കവിതകളിൽ ഉള്ളത് എന്നതുകൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഇതൊരു പ്രതിഷേധത്തിൻ്റെയും ഒരു കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു അറിയിപ്പ് തരുന്നതും തന്നെയാണ് ഗോത്ര കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ്. ബാക്കി നമ്മൾ ചർച്ചകളിലൂടെ മുന്നോട്ട് കൊണ്ടുവരാമെന്ന് തോന്നുന്നു. ഇവിടെയുള്ള കവികളെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങി വയ്ക്കുന്നത് ധന്യയിൽ നിന്നാണ്. ധന്യയോട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എന്താണ് പുതിയ ഗോത്ര കവിതയുടെ ഇപ്പം ഗോത്ര കവിതകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയതിനു ശേഷം എവിടെ എത്തി നിൽക്കുന്നു ഗോത്ര കവിതയെന്നും എന്താണ് ഗോത്ര കവിതകളിൽ ഉയർത്തുന്ന പ്രത്യേകിച്ച് സ്ത്രീപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ആദിവാസി രാഷ്ട്രീയം എങ്ങനെയാണ് ഗോത്ര കവിതകളിൽ ഉയർന്നു വരുന്നതെന്നുള്ളതാണ് പൊതുവെ എല്ലാവരോടും ചോദിക്കാനുള്ളത്. അപ്പോൾ അവർ സംസാരിച്ചതിന് ശേഷം ബാക്കി നമുക്ക് തുടരാമെന്നാണ് കരുതുന്നത്. ധന്യ തുടങ്ങും. എല്ലാവർക്കും സ്നേഹവന്ദനം. WLFൻ്റെ ഈ ഒരു വേദിയിൽ ഗോത്ര ഭാഷാ കവിതകളെ പ്രതിനിധീകരിച്ച് ഇവിടെ ഇരിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിന് നമ്മളിവിടെ ക്ഷണിച്ച WLFൻ്റെ എല്ലാ സംഘാടകരോടും എൻ്റെ സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ഞാൻ ഗോത്ര ഭാഷാ കവിതകളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഭാഷയെ സംബന്ധിച്ച്. ഇപ്പോൾ മാഷ് സൂചിപ്പിച്ചു എന്തുകൊണ്ട് ഗോത്ര കവിത എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കവിത എഴുതുക എന്നുള്ളത് തന്നെയാണ്. അത് എന്തിനെ കുറിച്ചിട്ട് ആയാലും. പക്ഷെ ഞാൻ കുറച്ചും കൂടിയും ഗൗരവമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും എഴുത്തുകൾ, എല്ലാവരുടെയും കവിതകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കവിതകളിൽ അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ആലോചിക്കാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ജനതയുടെ പ്രതിഷേധങ്ങളായാലും പ്രതിരോധങ്ങളായാലും അവകാശങ്ങളെക്കുറിച്ചായാലും സംസാരിക്കാനുള്ളൊരു മാധ്യമമായിട്ട് കവിതയെ കാണുന്നു അല്ലെങ്കിൽ എഴുത്തിനെ കാണുന്നു എന്ന് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാനും കവിതകളിൽ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ബോധപൂർവമാണ്, അതല്ലെങ്കിൽ നമുക്ക് ഒരു കവിത എഴുത്തിലൊരു ശീലം പോലെ കടന്നു വരുന്ന കാര്യവുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എപ്പോഴും നമ്മളിവിടെ പറയുന്നത് പോലെ നമ്മുടെ ജനത അനുഭവിക്കുന്ന അതിക്രമങ്ങളും അതുപോലെ തന്നെ മണ്ണ്, അത്തരം പ്രശ്നങ്ങളും നമ്മുടെ അവകാശങ്ങളും ഒക്കെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ പ്രകാശേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രകാശേട്ടൻ്റെ കവിതകൾ, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക എഴുത്തുകാരുടെയും രചനകൾ യൂണിവേഴ്സിറ്റി തലത്തിൽ അവരുടെ സിലബസുകളിലൊക്കെ ഉൾപ്പെടുത്തി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്. അതെന്ന് പറയുന്നത്, നാളിതുവരെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു അടയാളങ്ങളെയും നമ്മുടെ സിലബസുകളിൽ ഉൾപ്പെടുത്തി നമ്മൾ പഠിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അഥവാ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മൾ ആ ഒരു വിഷയത്തെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഗോത്ര ഭാഷ, ഇപ്പോൾ സ്ത്രീ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു.
എനിക്ക് ഗോത്രപെൺ കവിതകൾ എന്ന് പറയുന്നൊരു പുസ്തകം എഡിറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് ആ ഒരു പുസ്തകം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കാൻ പറ്റി. ഇപ്പോൾ ഇവിടെ സിന്ധു ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബിന്ദു ചേച്ചിയും നമ്മുടെ ലിജിനയും അതുപോലെ ശാന്തിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കവിതകൾ പ്രത്യേകിച്ചും സ്ത്രീ ജീവിതത്തെ എത്രമാത്രം ഒരു ജൈവികതയോടെയാണ് ആവിഷ്കരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ കാണുന്ന ഒരു ജീവിതത്തിനപ്പുറത്ത് നിന്ന് പൊതു ഇടങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ മുഖ്യധാരയിലേക്കും അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെയൊക്കെയും അടയാളപ്പെടുത്തുന്നതും ഒക്കെ ഈ കവിതയിൽ വളരെ എന്താ പറയുക, നമ്മുടെ ഹൃദയത്തെ അത്രമാത്രം തൊടുന്ന ഒരു എഴുത്തായിട്ടാണ്. കാരണം ഗോത്ര ജീവിതത്തിനകത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെയും പൊതു ഇടത്തിലേക്ക് എത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് അതൊരു വ്യക്തി ജീവിതത്തെ കേന്ദ്രീകരിക്കുന്നു എന്ന് കരുതുമ്പോൾ. പക്ഷേ അങ്ങനെയല്ല. അപ്പം നമ്മളൊരു സ്ത്രീ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ വളരെ ഒരു പ്രത്യാശയാണ് ജീവിതത്തിൽ വെക്കുന്നത് എപ്പോഴും പലതരത്തിലും മുന്നേറാനുള്ള. അപ്പം അത്തരം പ്രത്യാശകളും നമ്മുടെ നഷ്ടപ്പെടലുകളും ഒക്കെ ചേർത്ത് വെക്കുന്ന ഒരു എഴുത്തായിട്ടാണ് പ്രത്യേകിച്ചും ഗോത്രമേഖലയിൽ നിന്നുള്ള പെണ്ണെഴുത്തുകളെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എഴുത്തിനെ സ്വരൂപിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ട് കരുതുകയാണ്. ബാക്കി എല്ലാവരും സംസാരിച്ച് സമയമുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, അടുത്ത സുഗുവിനോടാണ്. മലയാളത്തിൽ ഇപ്പോൾ ആമുഖങ്ങളൊന്നും വേണ്ടാത്തൊരു എഴുത്തുകാരനായിട്ട് ഒരു ഗോത്രകവിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സുകുമാരാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ കാലത്ത്, അപ്പോൾ പ്രത്യേകിച്ച് നിരന്തരം ആദിവാസികൾ വേട്ടയാടിപ്പെടുന്ന ഒരു കാലഘട്ടത്ത് എങ്ങനെയാണ് ഒരു ഗോത്രകവി എന്ന നിലയിലും ഒരു ആദിവാസി എന്ന നിലയിലും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് സാഹിത്യത്തിൻ്റെ അതിനകത്തുള്ളൊരു റോൾ എന്താണെന്നുള്ളത് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പ്രതികാരമാണ് എന്നോട് ചോദിച്ച ചോദ്യം. ഒരു കാലത്ത് ഞാൻ ജനിക്കാത്ത മുന്നേ തന്നെ ഈ വയനാട് ജില്ലയിൽ പ്രതിഷേധവും പ്രതികാരവുമായിട്ട് അല്ലെങ്കിൽ സമരമുഖമായിട്ട് വന്ന ഒരുപാട് ആദിവാസി മൂപ്പന്മാരുണ്ട്. അതിൽ ആദ്യമായി പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഇവിടുത്തെ നാട്ടുകാർ തന്നെ തല്ലി കൊന്ന് കെട്ടിത്തൂക്കിയ ഒരു കാലഘട്ടമുണ്ട്. പാനൂരിൻ്റെ പുസ്തകത്തിലും ഇത്തിരി മണ്ണ് എന്ന പുസ്തകത്തിലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശക്തിയുള്ള ഒരു പേരാണ് മല്ലൻ. മല്ലൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ശക്തിയും തടിയും ഊരും മുകുരുമുള്ള ആളെന്നാണ് അതിനർത്ഥമായിട്ട് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള പേരുകളാണ് നമ്മൾ ആദിവാസികൾക്കിടയിൽ ഉപയോഗിക്കുന്നത്. കുള്ളൻ എന്നാൽ നമ്മൾ വിചാരിക്കും മുരടിച്ച ആളാണ്. പക്ഷെ കുള്ളൻ നല്ല ആരോഗ്യമുള്ളവനാണ്, നല്ല ഹൈറ്റുള്ളവനാണ്, ഇതൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് കേരളത്തിലെ വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് ശ്മശാനത്തിന് വേണ്ടി പോരാടി മരിച്ച ഒരാളാണ് മല്ലൻ. അദ്ദേഹം എൻ്റെ മാമനാണ്, എൻ്റെ അച്ഛൻ്റെ ചേച്ചീൻ്റെ ഭർത്താവ്. അദ്ദേഹം ഇന്നില്ല. എനിക്ക് പിന്നെ 1994 92 അങ്ങാണ്ട് അദ്ദേഹം മരിച്ചതല്ല, നശിപ്പിച്ചതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ കൽപ്പറ്റ മേപ്പാടില്ല വൈത്തിരി ആ ഭാഗത്തൊരു പോരാളി ഉണ്ടായിരുന്നു, കുള്ളൻ എന്ന പോരാളി. അദ്ദേഹം കാട്ടിലേക്ക് പിന്നെ കടക്കുന്ന പിന്നെ
അല്ലെങ്കിൽ കൊള്ളക്കാരെ ഇവരെ തടഞ്ഞു നിർത്തുന്ന, തടഞ്ഞിട്ട് അവരെ ഓടിച്ചു വിട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. പണിയ സമുദായത്തിലുള്ള ഒരു മനുഷ്യനാണ് കുള്ളൻ. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു പഠനം ചെയ്ത് ഒരു കവിത തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുള്ളൻ എനിക്കറിയില്ല, ഞാൻ ഒരു യാത്രയിലാണ് എൻ്റെ കവിതയെക്കുറിച്ച് നമ്മുടെ വയനാട് ജില്ലയിലുള്ള പനമ്പരത്തുള്ള വാസുദേവൻ മാഷിൻ്റെ അടുത്ത് ഈ കവിതയെക്കുറിച്ച് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എടാ സുകുമാര, കുള്ളൻ എന്ന് പറയുന്ന ഒരു പോരാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാടിനും നാടിനും ആദിവാസികൾക്ക് വേണ്ടി പോരാടിയ ഒരാളാണ്. അതെങ്ങനെ നിനക്ക് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ അത്ര ഒരു ഇമാജിനേഷൻ ചെയ്തിട്ട് എഴുതി വരുന്ന ഒരു കവിതയാണ് കുള്ളൻ. അതും കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരുപാട് അവരുടെ സമരമുഖത്തിലേക്ക് വരുന്നത്. അത് സി.കെ. ജാനു ആയാലും ഗീതാനന്ദൻ, പിന്നെ വയനാട്ടിലെ സകല ആദിവാസി സമുദായങ്ങളും എല്ലാവരും കൂടിയിട്ട് ഒരു സമരമുഖത്തിലേക്ക് വരുന്നു. മുത്തങ്ങ സമരവും മപ്പാട് സമരവും പിന്നെ പലതരത്തിലുള്ള ഭൂമി സംബന്ധമായ സമരത്തിലേക്ക് വരുമ്പോൾ അവിടെയും എന്താക്കി, ജാനുവിനെ അടിച്ചമർത്തി, ഗീതാനന്ദനെ അടിച്ചമർത്തി, എൻ്റെ വലിയച്ഛൻ ജോഗി പിരമനെ വെടിവെച്ച് കൊന്നു. അത് ജോഗി മൂപ്പൻ എൻ്റെ അമ്മയുടെ അനുജനാണ്. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. എൻ്റെ അച്ഛൻ്റെ തല അടിച്ചു പൊട്ടിച്ചു. എൻ്റെ നാട്ടിലുള്ള ആണുങ്ങൾ മൊത്തം നന്നായിട്ട് അടിമേടിച്ചിട്ട് അവരോരോരുത്തരായി മരിച്ചു തീർന്നു. ഇപ്പം ഞങ്ങൾ പുതിയ തലമുറകൾ മാത്രമുള്ളൂ അവരുടെ ചവിട്ടും. അപ്പോൾ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വലിയൊരു പ്രശ്നമായിട്ട് ഇവിടെ ഒരു കുട്ടീനെ 2 കുട്ടികളെ ബലാത്സംഗം ചെയ്തോ അങ്ങോട്ട് കെട്ടിത്തൂക്കിയ സംഭവം. അത് നമ്മൾ ഇടുക്കിയിലോ പാലക്കാട് അങ്ങാണ്ട് നമ്മൾ അതും വായിച്ചു. അതിലും അത് ആദിവാസികളുടെ കൈകളല്ലല്ലോ, എല്ലാം പുറത്തുള്ള കൈകൾ തന്നെയാണ്. അത് കഴിഞ്ഞു. പിന്നെ മധു വന്നു. മധുവും അത്തരത്തിൽ ഒരു ആദിവാസി കൈയുടെ ആരോഗ്യം പെടാതെ മറ്റുള്ള കൈ കൊണ്ട് മരിക്കപ്പെടുന്നു. അതും കള്ളൻ എന്ന ഒരു പേര് പിന്നെ ലഭിച്ച് മറ്റുള്ളവർ ഇട്ടുകൊടുത്ത ഒരു പേരാണ്. ആ പേരിലൂടെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനാണ് ആദ്യമായിട്ട് കള്ളൻ എന്ന പേര് സ്വീകരിച്ചതല്ല, ഞാൻ പഠിച്ച ഒരു സ്ഥാപനത്തിൽ എനിക്ക് തൊട്ടു തന്നത്. ആ കള്ളൻ എന്ന പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലതരത്തിലും പല രീതിയിലും പോരാടിയിട്ടുണ്ട്. അത് എഴുത്തിലായാലും പിന്നെ പാട്ടിലായാലും നാടകത്തിലായാലും മലയാള ഭാഷ സംസാരിക്കാൻ പഠിച്ചിട്ടായാലും മുസ്ലിം ഭാഷ സംസാരിക്കാൻ പഠിച്ചിട്ടും അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ ഭാഷ കൈകാര്യം ചെയ്ത് പഠിച്ച് ഞാൻ ആ കള്ളൻ എന്ന പേര് ഞാൻ സ്വന്തം എന്നെ പറഞ്ഞവരെ കൊണ്ട് ഞാൻ മാറ്റി പറയിപ്പിക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തൊരു രീതിയിൽ നിന്നാണ് ഞാൻ മുന്നേറി വന്നത്. പണ്ട് എൻ്റെ പിന്നെ പുലയൻ എന്ന എൻ്റെ പേരപ്പനുണ്ട്. എൻ്റെ പേരപ്പൻ ചാലികതയിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചല്ല, അവർ സ്വന്തം കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കുടിയേറ്റക്കാർ ആ വഴിക്കൊക്കെ വന്നുകൊണ്ടുവരും. അന്ന് ആ സമയത്ത് ഒരു ഗൗഡർ മാത്രമേ അവിടെ ഉള്ളൂ, ഒരു വീട്. കുടിയേറ്റക്കാർ വന്നിട്ട് രാത്രി വന്നിട്ട് മൊത്തം തെറിയാ പറയുന്നത്. അത് ആദിവാസി തെറിയല്ല, അത് മലയാള തെറിയാണ്. അത് ആദിവാസി ഉണ്ടാക്കിയ തെറിയുമല്ല, ആദിവാസികൾക്ക് തെറിയൊന്നുമില്ല. ആദിവാസി മുട്ട് പറയും, തോള പറയും, തല പറയും, കുടാകുട്ടി പറയും, ഇതൊക്കെയാണ് പറയാറ്. ആ മലയാള തെറി കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഭൂമി അദ്ദേഹം അവസാനം അവിടുന്ന് മാറി വേറെ സ്ഥലത്ത് ഒറ്റപ്പെട്ട് അവിടെ ഒരു കുടിൽ മാത്രമായി മാറുകയും ചെയ്തു. എൻ്റെ വലിയച്ഛൻ ബേത്തിമാരൻ എൻ്റെ നാട്ടിലെ ഒരു ജന്മിയായിരുന്നു. അദ്ദേഹം കർണാടകയിൽ നിന്ന് ചെട്ടി സമുദായത്തിലുള്ള ആൾക്കാരെ പണിക്ക് കൊണ്ടുവന്ന് അവിടെ പണിയെടുപ്പിച്ച നെല്ല്, പലതരത്തിലുള്ള നാട്ടുഭക്ഷണങ്ങൾ, നമ്മുടെ തനത് ഭക്ഷണങ്ങളും ഉണ്ടാക്കി ജീവിച്ച മനുഷ്യനായിരുന്നു എൻ്റെ വലിയച്ഛൻ. ആ ബേത്തിമാരൻ്റെ പേര് വെച്ചിട്ടാണ്, എൻ്റെ പേര് വെച്ചിട്ടാണ് ഞാൻ പുതിയ പുസ്തകം ഒലി പബ്ലിക്കേഷൻ ഇറക്കിയത്, ബേത്തിമാരൻ. അതിൽ പറഞ്ഞിട്ടുണ്ട് ആദിവാസി ജീവിതവും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. ഈ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബാവലി ഷാണമംഗലം ഊരിയിലെ എൻ്റെ സുഹൃത്ത്, ഞാനും അവനും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അവൻ്റെ പേര് ബിനീഷ് എന്നാണ്. അവൻ കൊടകിൽ പിന്നെ പണിക്ക് പോകുകയും ആ പണിസ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ
ഇവിടുന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ പൊതുസമൂഹം അവനെ മർദ്ദിച്ച് തോട്ടിലേക്കിട്ട് അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതുവരേക്കും ഒന്നും നമുക്കറിയില്ല അതിനെക്കുറിച്ചുള്ള അതിൻ്റെ കേസോ വക്കാലത്തോ ഒന്നും നമ്മൾ ഇതുവരെയ്ക്ക് അത് അറിഞ്ഞില്ല. അവന് നീതി കിട്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നീടാണ് ചാലികത ഊരിൻ്റെ ഈ അടുത്ത് കുറച്ചാഴ്ച മുന്നേ ചാലികത ഊരിനടുത്തുള്ള കൂടൽകടവെന്ന വിനോദസഞ്ചാര കേന്ദ്രമല്ലാത്ത ഒരു സ്ഥലം, ഒരു ചെക്ക് ഡാം, വയനാട്ടിലെ ഏറ്റവും വലിയ ചെക്ക് ഡാം. ആ ചെക്ക് ഡാമിൽ എൻ്റെ കുടുംബക്കാരനായ ഒരാളുണ്ട്, മാതൻ. ആ മാതനെ അവിടെ വന്ന പൊതുസമൂഹത്തിലുള്ള ലഹരിക്ക് അടിമയായ ആൾക്കാർ അവിടെ വന്ന് അദ്ദേഹത്തെ വലിയ അര കിലോമീറ്ററോളം വലിച്ചിഴച്ച് കൊണ്ടുപോയി. ഒരാൾ വീഡിയോ പിടിച്ചത് കൊണ്ട് അത് കണ്ടു. എന്നിട്ടും നമ്മുടെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചില്ല. പിന്നീടാണ് ആശുപത്രി കേസ്. ഒരമ്മയെ ഇവിടെ പായോടോ ഇവിടെ ഉള്ള ഒരമ്മയെ അമ്മച്ചിയുടെ ശവം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത്. ഇത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് നടക്കുന്നത്. നമ്മൾ കുറച്ച് കാലം മുന്നേ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തിൽ ഇത്തരമുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇവിടുത്തെ കേരളീയർ മലയാളികൾ നമ്മൾ എല്ലാവരും വല്ലാണ്ട് പ്രതികരിച്ചാണ്. സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും സമരം ചെയ്യലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്തരത്തിൽ വന്നപ്പോൾ ആരും ഇളകിയില്ല? ആരും എന്താ ഇളകാത്തത്? ഞങ്ങൾ തന്നെ പ്രതിഷേധിക്കണോ? അതിന് നമ്മുടെ കേരളത്തിലുമില്ലേ? ചാലികതയിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എൻ്റെ വീടിനടുത്ത് എൻ്റെ സുഹൃത്ത്, എന്നെ എന്നും കാണുന്ന മനുഷ്യൻ, എന്നെ സ്നേഹിക്കുന്ന മനുഷ്യൻ, എൻ്റെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യനെ ആന ചവിട്ടിക്കുന്നു എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവർക്ക് വേണ്ടി സംസാരിച്ചതാരായിരുന്നു? മലയാളികൾ എന്ന് പറയുന്ന മറ്റു പൊതുസമൂഹങ്ങളായിരുന്നു. അവരാണ് മാനന്തവാടിയിൽ അദ്ദേഹത്തിൻ്റെ ശവശരീരം എടുത്തുകൊണ്ട് പോയി പ്രതിഷേധിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് ഒരു നീതി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങളെപ്പോലുള്ള മറ്റുള്ളവർ പറയുന്ന ആദിവാസികൾ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള മലയാളികൾ എന്ന് പറയുന്ന മനുഷ്യന്മാർ അല്ലെങ്കിൽ എൻ്റെ സംസ്ഥാനത്തിലെ ഒരേ കുടുംബങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും മറ്റു പല സ്ഥലത്തും പോയിട്ട് പ്രതിഷേധത്തിനായിട്ട് അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ട് പിന്നെ പോവാറില്ല എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷേ ഇത്രയും വളർന്ന ഈ ലോകത്ത് ഒരു പ്രശ്നം വരുമ്പോൾ എന്തിനാണ് അപ്പോൾ ഈ ആദിവാസികൾ സമരം ചെയ്യുന്നത്? ഇവിടെ ഭരിക്കുന്നവർക്കല്ല, ഇനി ഭരിക്കാൻ പോകുന്നവർക്കും ഇവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും അറിയുന്നതല്ലേ? അവർക്ക് സമരം ചെയ്യേണ്ടല്ല. അവരുടെ അവകാശങ്ങൾ അവർക്ക് കൃത്യമായി അവരുടെ കൈകളിലേക്ക് നൽകേണ്ട ഒരു കാര്യം അവിടെ നിയമവാലിയിലും അവിടുത്തെ ഇതിലെല്ലാം ഉള്ളതല്ലേ? അത് കൃത്യമായിട്ട് നൽകിയേ പോരെ. ഒരു കാര്യം വരെ നമ്മൾ സമരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെയാണ് പറയുന്നത്? അതാണ് ഒരു സാഹിത്യം, ഞങ്ങളുടെ നാട്ടിൽ ഒരു സാഹിത്യത്തിനായിട്ടുള്ള ഒരു വേദി നമുക്ക് ഒരു കാലത്ത് കിട്ടാണ്ടായിരുന്നു. നാരായണ മാഷാണ് ഒരു പരിധി 22 വർഷം മുന്നേ അദ്ദേഹം നല്ല എഴുത്തിലൂടെ വന്നു. പിന്നീട് 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഗോത്രചലനം സാഹിത്യം ഇങ്ങോട്ട് വന്നത്. കാര്യം അതും ഒരു രാഷ്ട്രീയമാണ്. കാരണം ഞങ്ങളുടെ സാഹിത്യം നമ്മുടെ ലോകമറിയണം എന്ന ഒരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഇനിയുള്ള ഒരു തലമുറ നമ്മളെക്കുറിച്ച് പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത്തരത്തിലേക്ക് കൂലിപ്പണിയെടുത്തെങ്കിലും ഞങ്ങൾ അത് എഴുതുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കും ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും ഉള്ള ഒരു സന്തോഷമുള്ള കാര്യം. ആരെങ്കിലും വായിക്കട്ടെ, വായിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ളതല്ല, അവിടെ ഇരിക്കട്ടെ എന്നതാണ് എൻ്റെ സാഹിത്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ശിവലിംഗനോടാണ്. ശിവലിംഗനോട് ചോദിക്കാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് ആദിവാസികൾ എന്നത് അല്ലെങ്കിൽ ആദിവാസികളെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു. എന്നാൽ ഇന്ന് അക്കാദമിക്സിൽ ആദിവാസികളുടെ എഴുത്തുകൾ പഠിക്കുന്നു എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഒരു ഗവേഷകൻ എന്ന നിലയിലും ഒരു അധ്യാപകൻ എന്ന നിലയിലും ഗോത്ര എഴുത്തുകാരൻ എന്ന നിലയിലും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. നമസ്കാരം.
ഒന്ന് ആദ്യമേ പറയട്ടെ, ഒന്ന് പൊളിറ്റിക്കലി സംസാരിക്കുന്നതിൽ ഒരു പരിമിതികളുണ്ട്. ഈ ഒരു വേദി കൊണ്ട് ഇല്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും അടയാളപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റാവുന്നതിൻ്റെ ചുരുക്കിയ രൂപം ഇല്ലെങ്കിൽ ചുരുങ്ങിയ രൂപത്തിൽ പറയാവുന്നുള്ളതാണ്. നോക്കുക, ഇവിടെ ഒരു കാലഘട്ടത്തിനപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ചരിത്രപരമായിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അവർ നിലനിൽക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ഒട്ടും കൺകാണാത്ത ഇല്ലെങ്കിൽ മറഞ്ഞു നിൽക്കപ്പെടുന്നതോ ഇല്ലെങ്കിൽ അവർക്ക് എവിടെയും ആക്സസിബിലിറ്റി ഇല്ലാത്തൊരു സമൂഹമായിട്ട് നിലനിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇതുവരെയും. പക്ഷേ അതിനെക്കുറിച്ച് ഈ പറയുന്ന അല്ലെങ്കിൽ വിഭാഗങ്ങളെ, ഗോത്ര സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളല്ല ഈ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്, സംസാരിച്ചിരുന്നത്, ആ വിഭാഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. വേറെ ആരോ ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റുള്ള ഘടകങ്ങൾ കൊണ്ടോ അവർ മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൻ്റെ ആവശ്യകതയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അത് വീണ്ടും ഒരു ക്രിയേഷൻ വരികയാണ്, അല്ലെങ്കിൽ പുതിയൊരു സാധ്യത വരികയാണ്. അവരുടെ മുമ്പിൽ വിദ്യാഭ്യാസം എന്നൊരു സാധനം വരികയാണ്. ആ വരവോടുകൂടി അവരവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവർക്ക് വിദ്യാഭ്യാസം വേണമെന്നുള്ളൊരു പുതിയൊരു ആശയം മുമ്പെടുക്കുന്നതോടുകൂടി അവർ പഠിക്കാൻ ശ്രമിക്കുന്നു. അതാണ് പിന്നീട് ആളുകൾ, ഈ പറയുന്ന വിവാദപ്പെടുന്ന ആളുകൾ വലിയ രീതിയിലുള്ള ഉന്നമനത്തിലേക്കും ഇല്ലെങ്കിൽ മാറ്റത്തിലേക്കും വഴിതെളിച്ചിട്ടുള്ളത്. അതിൽ ഒരു മാറ്റം മാത്രമാണ് ഇവിടെ നിൽക്കുന്ന ഓരോ ഗോത്രകവികളും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന ഓരോ ആളുകളും. അല്ലാത്ത പക്ഷം ഇവരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലേക്ക് എത്തുവാൻ സാധ്യമല്ല എന്നുള്ളതൊക്കെയാണ്. അതേസമയം ഈ പറയുന്ന സാഹിത്യ മേഖലയെ ഇല്ലെങ്കിൽ ഈ ഗോത്ര കവിതകളായാലും ഗോത്ര കഥകളായാലും ഇല്ല ആ മേഖലയിൽ പെടുന്ന പല രീതിയിലുള്ള സാഹിത്യ മേഖലകളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടെടുക്കണം ഇല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു കേരളത്തിലോ ഒരു സംസ്ഥാനത്തോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയൊരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കേണ്ട നിലനിർത്തേണ്ട ഒന്നല്ല, മറിച്ച് അതൊരു പാൻ ഇന്ത്യയിലോ പാൻ വേൾഡിലേക്കോ മാറ്റേണ്ട ഒന്നാണ്. ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. കാരണം ട്രൈബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അത് വേൾഡ് വൈഡ് നിൽക്കുന്ന ഒന്നാണ്. അതിനെ നമ്മൾ കണ്ടിരുന്നത്, അതിനെ കണ്ടെടുക്കാൻ വളരെ 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 വൈകിപ്പോയി എന്നുള്ളതാണ് എനിക്ക് സാമാന്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അത് കണ്ടെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം, ഇല്ലെങ്കിൽ അവർ പഠിച്ചെടുക്കുന്നതിൻ്റെ അവർ മുമ്പോട്ട് വന്നതിലേക്ക് പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ അതിനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോയിരുന്നു. ആ പരാജയത്തിൻ്റെ പുറത്തേക്ക് ഇല്ലെങ്കിൽ ആ പരാജയങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് വന്ന വഴികളുടെ ഒരു കേന്ദ്രധാര ഇല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുവാണ് ഈ പറയുന്ന നാലാളുകൾക്ക് മുമ്പിൽ, വലിയൊരു സ്റ്റേജിന് മുമ്പിൽ ഇല്ലെങ്കിൽ വലിയൊരു ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ കടന്നു പോകാൻ പറ്റുക എന്നുള്ളത്. ആ വേദിയിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തിയും ഇല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ കവിത മാത്രമല്ല, ഈ കവിതയോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള സാഹിത്യ മേഖലകൾ മാത്രമല്ല, മറിച്ച് അവരെ സംബന്ധിച്ച് ആ ആളുകൾക്കിടയിൽ ഓരോ മേഖലയിലും അവർ കൈവരിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും ഈ പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കാതലായ വശങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് പ്രകാശ് ചന്ദ്രത്തിൻ്റെയൊക്കെ കവിതകൾ ഇല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ വരിക എന്നുള്ളത്. നോക്കുക, അത് അടുത്ത ഘട്ടത്തിൽ ചിലപ്പോൾ മറ്റുള്ള ആളുകളുടെ വന്നേക്കാം. അതൊരു പ്രതീക്ഷയാണ്. നമ്മൾ എങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റുള്ള സാഹിത്യ മേഖലയിൽ കിടക്കുന്നത് പോലെ പല ആളുകൾ കടന്നു വരുന്ന തടസ്സങ്ങൾ അത്ര തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് പല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ആ തടസ്സങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ആയാലും കോളേജ് ആയാലും സ്കൂളിലായാലും അവിടെയൊക്കെ എത്തിപ്പെടുക, 100-ൽ ഒരാളാവുക എന്നുള്ളത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ്. ആ 100-ൽ ഒരാളാവുക, ആ ആയതിൻ്റെ പേരില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് മറ്റുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുക, ആ സമൂഹത്തിൻ്റെ പൂർണ്ണമായിട്ട് അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നേടിയിട്ടുള്ളത് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇവിടെ എല്ലാം കണ്ടു വന്നിട്ടുള്ളത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. അല്ലാത്ത പക്ഷം ഒരാളും ഈ വേദിയിലോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലോ ഇല്ലെങ്കിൽ ആൾക്കൂട്ടം തനിയിലൂടെയോ ഇല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെയോ കടന്നു പോകാൻ സാധ്യമല്ല. അതേസമയം ഈ ഗോത്രകവിതയെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാത്രം കാണാതെ അതിൻ്റെ സൗന്ദര്യാത്മകതയോടുകൂടി അതിൻ്റെ കാതലായ നല്ല വശങ്ങളുണ്ട് ഇല്ലെങ്കിൽ അതിൽ നിൽക്കുന്ന സൗന്ദര്യാത്മകമായ നല്ല വശങ്ങളുണ്ട്. ആ വശങ്ങളെ കൂടി നമ്മൾ കണ്ടുകൊണ്ട് വേണം ഈ ഗോത്രകവിതയായാലും ഗോത്ര സാഹിത്യത്തെയായാലും മുമ്പോട്ട് നയിക്കേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കാം. അടുത്തത് സിന്ധുവിനോടാണ്. നമുക്കറിയാം, ഗോത്ര കവിതകൾ എന്നതിനപ്പുറത്തേക്ക് ഈ അടുത്ത് ചർച്ച ചെയ്യപ്പെട്ടുള്ള, ഇന്നലെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുള്ള അടിമമക്ക പോലുള്ള
ആദിവാസി ആത്മകഥകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആത്മകഥകളിൽ 2 ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളത്. ഒന്ന് സിന്ധുവിൻ്റെ നീടുനെഞ്ചിലെ ഉച്ചാലു മാസങ്ങളും അടിമ മക്കളും. ഇത് രണ്ടും കൃത്യമായിട്ട് സ്ത്രീപക്ഷ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഒരു ആദിവാസി സ്ത്രീയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ആത്മകഥകളാണ്. അവർ എങ്ങനെയാണ്, അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ചും എങ്ങനെയാണ് ആ പുസ്തകത്തിലേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ചും നമുക്ക് ഇന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമസ്കാരം. ആദ്യമേ തന്നെ നന്ദി. നാക്കറുത്തെണ്ണെ നിശബ്ദയാക്കാൻ തിടുക്കം കൂട്ടിയ നേരത്തും എൻ്റെ വാക്കറുത്തെടുക്കാൻ മറന്നതിന് നന്ദി. ഈ പുസ്തകം എൻ്റെ ജീവിതം ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാവരുത് എന്ന് ഞാൻ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നു. എല്ലാവരെയും പോലെ, എല്ലാ ആദിവാസി പെൺകുട്ടികളെയും പോലെ അവനവനിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് ഒരു തോന്നലുണ്ടാവുകയാണ്. അവനവനെ തന്നെ തുറന്നു കാട്ടണമെന്ന് എനിക്ക് തോന്നി. ഞാനൊരു തുറന്ന പുസ്തകമാവണമെന്ന് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് തൊണ്ടക്കുഴിയിൽ ഒച്ച വറ്റിപ്പോയ 1000 പെൺശബ്ദങ്ങളുടെ മൂർച്ചയുണ്ട് ഈ പുസ്തകത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ബാല്യകാലം തൊട്ട് ഞാൻ അനുഭവിച്ചു വന്ന അവഗണനയും ആട്ടിപ്പായ്ക്കലുകളെയും ഇതിൻ്റെയൊക്കെ തീച്ചൂളയിൽ വെന്ത് നീറി ഒരു കനൽ മരം പോലെ ഞാനിവിടെ നിൽക്കുകയാണ്. എത്ര പെൺകുട്ടികൾക്ക് ഇതിനുള്ള ധൈര്യമുണ്ടെന്ന് എനിക്കറിയില്ല, അവനവനെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എങ്കിലും 1000 പെൺശബ്ദങ്ങളുടെ ഒരൊറ്റ ശബ്ദമാവാൻ എനിക്ക് കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പുസ്തകത്തിലൂടെ. പുസ്തകത്തിൻ്റെ പേര് ഇടതുനെഞ്ചിലെ ഉച്ചാലമാസങ്ങൾ എന്നാണ്. നമ്മുടെ ഊരുകളിൽ എത്ര പെൺകുട്ടികൾ അവനവൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. പിന്നീട് വിവാഹം എന്നുള്ള ഒരു തലത്തിലേക്ക് മാറപ്പെടുകയാണ്. അതൊരു ചട്ടക്കൂട്, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് വിവാഹം എന്നുള്ളത് ഒരു ചട്ടക്കൂട് തന്നെയാണ്. അവനവന് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്, അവനവൻ്റെ ശബ്ദത്തിന് എവിടെ സ്ഥാനമുണ്ട്, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ ഊരുകളിലെ പെൺകുട്ടികൾക്ക് ഇതിന് എത്രത്തോളം ധൈര്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ധൈര്യം കാണിച്ചു. ഞാൻ മുറുക്കിയിടപ്പെട്ട അല്ലെങ്കിൽ എന്നെ ചുറ്റപ്പെട്ട ഒരു വേരിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പുറത്തു വരാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു. എത്ര പെൺകുട്ടികളാണ്, എത്ര പെൺ ജീവിതങ്ങളാണ് നമ്മുടെ അടുക്കളയിലും 4 ചുവരുകൾക്കുള്ളിലും ഞെരിഞ്ഞമർന്നു പോണത്. എൻ്റെ കവിതകളിലും ഇതേ ആശയം ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നുച്ച് എന്ന കവിത. എന്നെ ഇട്ട് ആളുകൾ ചോദിക്കുന്നു, നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്താണ് നിന്റെ രുചി, എന്താണ് നിന്റെ മണം? ഞാൻ പറയുകയാണ്, എന്നെ ഇട്ട് ഞാൻ ഒരുക്കി നുച്ചാക്കി നിനക്കു തന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം വീടുകളിലെ പെൺ ജീവിതങ്ങൾ, അവർ രാവിലെ എണീക്കുകയാണ്. അവർ വീടിൻ്റെ വിളക്കാണ്. രാവിലെ നമുക്ക് ചായ ആവുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നു, ഉച്ചയ്ക്കുള്ള ലഞ്ചാവുന്നു, വൈകുന്നേരത്തേക്കുള്ള ഡിന്നർ ആവുന്നു. എല്ലാ തലങ്ങളിൽ കൂടെയും ഒരു സ്ത്രീ ഉരുകുകയാണ്. ഉരുക എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉരുകി തന്നെയാണ് തീരുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണോ അവൾ അത് ആവുകയാണ്. അവൾക്ക് സ്വയം ഒന്നും ആവാൻ കഴിയുന്നില്ല. കവിതകളിലേറെയും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്തരം പെൺപക്ഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തത് ബിന്ദു ഇർളത്തിനോടാണ്. നമുക്കറിയാം ആദിവാസി വിഭാഗങ്ങളിൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയപ്പെടുകയും എന്നാൽ സാംസ്കാരികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് കാട്ടുനായ്ക്ക വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാട്ടുനായ്ക്ക ജീവിത പരിസരത്തെ മലയാള സാഹിത്യത്തിലേക്കും അതുപോലെ മലയാള സിനിമയിലേക്കും എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിന്ദു ഇർളം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു ജീവിതത്തെ സാഹിത്യത്തിലേക്ക് എത്തിച്ചതിനെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഒന്ന് സംസാരിക്കാം.
എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം ഈ ഫെസ്റ്റിവൽ വിളിച്ചിരുന്നെങ്കിലും വരാൻ സാധിച്ചില്ല. അന്നൊരു രോഗം, അതായത് ചുമയായിട്ട് വരാൻ സാധിച്ചില്ല. ഈ പ്രാവശ്യം ഇങ്ങനെ വന്ന് ഈ വേദിയിലിരിക്കാനും നിങ്ങളോടൊപ്പം കൂടാനും ഒരവസരം തന്നതിന് ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ സമുദായം എടുത്തു പറയാണ് കാട്ടുനായ്ക്കൻ. അത് വയനാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ കാട്ടുനായ്ക്കൻ എന്നും കർണാടകയിൽ ജേനുകുർബർ എന്നും അറിയപ്പെടുന്ന സമുദായം. അതായത് സത്യം പറഞ്ഞ ഞങ്ങൾ കാട്ടുനായ്ക്കരല്ല, ജേനുകുർബറാണ്. അത് കേരളത്തിൽ ആരോ ഇട്ടു തന്ന പേരാണ് ശരിക്കും. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ജേനുകുർബറാണ്. അതിൽ തന്നെ പിന്നെ തട്ടുതട്ടായിട്ട് വിഭാഗങ്ങളുണ്ട് ഞങ്ങളിൽ തന്നെ. പക്ഷെ ഒറ്റ ഒരു പേരാണ് കാട്ടുനായ്ക്കൻ. ഏറ്റവും അടിയ പണിയ പാക്കേജിൽ പെടുന്ന ആൾക്കാരാണല്ലോ ഞങ്ങൾ കാട്ടുനായ്ക്ക. ഭാഷ കർണാടകയോടാണ് ഏറ്റവും കൂടുതൽ ബന്ധം ഉള്ളത്. പൊതുവെ നമ്മൾ ഇപ്പൊ അറിയപ്പെടുന്നത് ലഹരിക്ക് അടിമകളായിട്ടാണ്. പക്ഷേ ഞങ്ങൾ കർഷകരായിരുന്നു. ഓരോ കുന്നുകളിലും ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. റാഗി, മുത്താറി തുടങ്ങി അങ്ങനെ ഓരോ ധാന്യങ്ങളാണ് ഞങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ സഞ്ചാരികളാണ്, സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് എന്താ പറയുക, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭക്ഷണ രീതികൾ, ഞങ്ങൾ കാട്ടിൽ നിന്നുള്ള കായ്ക്കനികളും തേൻ, കിഴങ്ങുകൾ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ആരോഗ്യത്തെ കൂടുതലും മെച്ചപ്പെടുത്തുന്ന ഭക്ഷണ രീതി. പക്ഷേ ഇന്ന് ശനിയാഴ്ചകളിൽ ബിരിയാണി, പന്നി, കോഴി ഇല്ലാത്ത വീടുകളില്ല. അങ്ങനെ ഞങ്ങളുടെ ആയുസ്സുകൾ ഒരു 60-ലെത്തിയിട്ടുണ്ട്. കുറച്ച് കൂടെ കഴിയുമ്പോൾ ഞങ്ങൾ ദിനോസറുകളുടെ കൂടെ ഞങ്ങളും എഴുതപ്പെടും. വംശനാശ ഭീഷണി നേരിടുന്ന ആൾക്കാരാണ് കാട്ടുനായ്ക്കർ അല്ലെങ്കിൽ ജേനുകുർബർ. പ്രത്യേകിച്ചും ഞാനും എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ എൻ്റെ സ്കൂളിലേക്ക് വരുമ്പോൾ അമ്മ സാരി ഉടുത്തേ വരാവൂ, ഞങ്ങളുടെ വേഷം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടാണ്. അപ്പോ അങ്ങനെ പറഞ്ഞ ആള് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു TTC ചെയ്യുന്നത് ഒരു കുട്ടി ഉണ്ടായ ശേഷമാണ്. അതായത് എനിക്ക് സ്വാതന്ത്ര്യം തന്നിരുന്നു എൻ്റെ വിവാഹ ജീവിതത്തിൽ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പുറത്തേക്ക് കടക്കാനുള്ള ഒരു മാർഗം. അപ്പോൾ അങ്ങനെ ആ TTC പഠിക്കുന്ന സമയത്ത് എന്നോട് കൂടുതൽ ഞങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, റെജിമാഷാണ്. അപ്പോൾ സാധാരണ ഞാൻ ചെറുപ്പം മുതലേ പാടുമായിരുന്നു, കവിതകളും പാടും, വാമൊഴികളും പാടുമായിരുന്നു. 2-3 വരി എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുന്നല്ലാതെ പുറത്തേക്ക് ഞാൻ കടന്നിട്ടേ ഇല്ലായിരുന്നു. കലോത്സവ വേദികളിൽ 1-2 പ്രാവശ്യം പാടിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് എഴുത്തിലേക്ക് വന്നത് നാടകം ആണ്. ഞാൻ ആദ്യമായിട്ട് എഴുതിയത് സ്ത്രീ ശക്തി. അതായത് പണ്ട് നമ്മുടെ എല്ലാ കോളനികളിലും വാറ്റുമായിരുന്നു. വാറ്റി അവിടെ തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാർ വന്ന് വാറ്റി അവിടെ തന്നെ കിടന്നുറങ്ങി പോയിരുന്ന ഒരവസ്ഥ എൻ്റെ മുമ്പിൽ വന്നുപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം തന്നെയാണ് ഈ നാടകത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് എൻ്റെ നാടകത്തിന് ഫസ്റ്റും ഏറ്റവും നല്ല നാടകമായി തിരഞ്ഞെടുക്കുകയും അതിൽ ഒരു ഏറ്റവും നല്ല നടനും ആയിരുന്നു തിരഞ്ഞെടുത്തതും. ഇത് തന്നെയാണ് എൻ്റെ എഴുത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത്. പിന്നീട് എല്ലാവരെയും തകർത്ത് പേടിപ്പിച്ച ഒരു സംഭവമാണല്ലോ കൊറോണ കാലം. ഈ കൊറോണ കാലം തന്നെയാണ് എന്നെ എല്ലാ സമൂഹത്തിലേക്ക് ഒരു കവിയായിട്ട് അംഗീകരിക്കാനുള്ള ഒരു അവസരം തന്നത്.
ഇവിടെ ഈ വേദിയിലിരിക്കുന്ന എടുത്തു പറയാൻ ഒരു ഇരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണ് ഞാൻ പ്രിയപ്പെട്ട സുകുമാരൻ ചാലികതയിലൂടെ കവിതയിലേക്കും ഇവിടെ നേരത്തെ കണ്ടിരുന്നു വിനുവേട്ടൻ, അവരിലൂടെയാണ് ഞാൻ ആ പട എന്ന സിനിമയിലേക്കും എത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും എൻ്റെ ഭാഷ സ്കൂളിൽ പോലും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് എൻ്റെ ഭാഷ സിനിമയിൽ ആദ്യമായി എത്തുക, ഇതുപോലെ തന്നെ ആദ്യമായി നാടകങ്ങളിലും, അതായത് വയനാട്ടിലെ നാടകങ്ങളിൽ എഴുതിയിട്ടില്ല, പാലക്കാട്, തൃശ്ശൂർ എന്നിവിടങ്ങളിലുള്ള നാടകങ്ങളിൽ ഞാൻ എൻ്റെ ഗോത്ര ഭാഷ ഉള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ആദ്യമായി വാമൊഴികളും സിനിമയിലെത്തിച്ചത് ആ പട എന്ന സിനിമയിലൂടെ തന്നെയാണ്. എഴുതി പാടിയതും പട എന്ന സിനിമയിലൂടെ തന്നെയാണ്. ഞങ്ങളുടെ വാമൊഴികൾക്ക് വളരെ വരികൾ കുറവാണ്. ഇപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ കലോത്സവ വേദികളിലൊക്കെ നമ്മുടെ വാമൊഴികൾ ഒരു മോഡേൺ ആക്കി അത് ആഘോഷിക്കുന്ന തരത്തിൽ അങ്ങനെയാകുന്നുണ്ട്. അത് ഞാൻ പ്രതിഷേധിച്ചിരുന്നു. കാരണം ആ വാമൊഴികളിലൂടെയാണ് ഞങ്ങളുടെ ഭാഷയുടെ നിലനിൽപ്പ്. അത് കൈമാറി വന്നതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. അപ്പൊ അത് ഇനി മോഡൽ വൽക്കരിച്ചാൽ അത് വേറെ ആയിപ്പോകും. പിന്നെ ആ ഭാഷ ഉണ്ടാവില്ല, മരിച്ചു പോകും. അതുകൊണ്ട് അതുപോലെയുള്ള ഒരു വാമൊഴി ഞാൻ 2 വരി പാടാം. അല്ലക്കലീലേ ലീലേ മകലീലേ ലീലംബസാക്കി ആകതില്ലേ ലീലേ നീ ബാറാദാരില് തൊമ്പു കാണി എണ്ണേ നീ ബാറാദാരില് തൊമ്പു കാണി എണ്ണേ അല്ലക്കലീലേ ലീലേ മകലീലേ ലീലംബസാറ്റി ആകതില്ലേ ലീലേ കുട്ടൂലു കുളത്തു തിരികി നോടലീലേ ലീലംബസാറ്റി ആകതില്ലേ ലീലേ അലക്കാനി ഐദാ ഓടിബാനി ഐദാ അലക്കാനി ഐദാ ഓടിബാനി ഐദാ. അധികം പാടാൻ സമയം കുറവാണ്. പിന്നെ ഇത് ശരിക്കും വയനാട്ടിലെ കാട്ടുനായ്ക്ക സമുദായത്തിന്റെ കാർഷികപരമായിട്ടുള്ള ഒരു കലയാണ് ബത്താട്ട എന്ന് പറയും. ബത്താട്ട, നെല്ലാട്ടം മലയാളത്തിൽ പറയുന്നു. ഈ കളി രാവിലെ മുതൽ, അതായത് വൈകുന്നേരം മുതൽ രാവിലെ വരെ സ്ത്രീയും പുരുഷനും കുട്ടികളെല്ലാവരും കൂടെ കളിച്ച്, അതായത് നെല്ല് പതിക്കലുമായി ബന്ധപ്പെട്ട ഒരു കലയാണിത്. അതായത് ഇന്നൊക്കെ മെതിക്കല് കൈകൊണ്ട് യന്ത്രം കൊണ്ടൊക്കെയാണ്, പക്ഷെ അന്ന് ഞങ്ങൾ കളിച്ചിട്ടാണ് ഈ നെല്ലും പിന്നെ മുത്താറി, മുതിര ഇതൊക്കെ പിന്നെ പതിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കലയുടെ ഇത് പാട്ടാണിത്. ദയവായി ഇത് മോഡേൺ ആക്കിയിട്ട് നശിപ്പിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഗോത്ര വാമൊഴികളെയും നശിപ്പിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഞാൻ ഗോത്ര കവി എന്ന രീതിയിൽ ഒരു 2 വരി കവിത പാടി നിർത്താം. സമയം വളരെ കുറവാണ്. കവിത നിന്നതേ. ഇതിലും ഒരു പ്രതിഷേധം ഉണ്ട്, വേറൊന്നുമല്ല. പ്രത്യേകിച്ചും നമ്മുടെ ഇടയിൽ പിന്നെ ആൾക്കാർ വന്ന് നമ്മളെ വീടുകളിലൊക്കെ ഞങ്ങൾ ആരാധിക്കുന്ന പ്രകൃതിയെ തന്നെയാണ്. അപ്പോൾ ഈ കാവിലൊക്കെ പിന്നെ അതൊക്കെ മാറി ഇന്ന് കുറച്ചു പേരെ പിന്നെ അതായത് ക്രിസ്ത്യാനിയിലേക്കും, അതായത് ക്രിസ്ത്യാനിയിലേക്കും പിന്നെ കുറച്ചു പേരെ പിന്നെ കുറ്റ്യാടി കല്യാണത്തിലേക്കും, പിന്നെ അതുപോലെ കുറച്ചു പേരെ നമ്മുടെ ആരാധനത്തിന്റെ പേര് പറഞ്ഞ് നമ്മളെ പിന്നെ എന്താ പറയാ അവരുടെ ബിംബങ്ങളെ ആരാധിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കിക്കുകയാണ് നമ്മളെ. ശരിക്കും ഞങ്ങൾ പ്രകൃതിയെ ആരാധിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ തൊട്ടടുത്തുള്ള ആൾക്കാരും മണ്ണും മരവും മനുഷ്യരും എല്ലാവരും, ഞങ്ങൾ ഉൾപ്പെടുന്ന എല്ലാം ഞങ്ങളുടെ ദൈവം തന്നെയാണ്. അപ്പോൾ ആ ഒരു
ചെറിയൊരു കവിത എൻ്റെ ദൈവങ്ങൾക്കായി, അതായത് എൻ്റെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാവരും അങ്ങനെ തന്നെ, ഈ പ്രപഞ്ചം മൊത്തം ദൈവം തന്നെയാണ്, അല്ലാതെ ബിംബങ്ങളെ ആരാധിക്കുന്നവരല്ല ഗോത്രങ്ങൾ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ കവിതയിലേക്ക് കടക്കാണ്. ഒരു കവിത നിന്നത്. കണ്ടമോട നിന്നതേ കണ്ട ഭൂമി നിന്നതേ കണ്ടതല്ല നിന്നതേ മനസ്സേ മനസ്സേ കിർസാദേ മറാ മരേ തൊടിപ്പാദേ ಗಾಳಿ ಗಾಳಿ ವಿಚಾರ್ಸು ಮಂಜೆ ಮಂಜೆ ಒಂದು ತೆಬ್ಬು ಮಳೆ ಮಳೆ ಒಂದು ಯಾಕ ഞന്ത് ഞന്ത് തൊമ്പാകോ. ഒരുപാട് സന്തോഷമുണ്ട് ഈ നിങ്ങളെ എല്ലാവരെയും കാണാനും, അതുപോലെ തന്നെ ഞങ്ങളെ ഒരു കൂടിക്കാഴ്ച എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിനും ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. ഓക്കെ, സമയം നമ്മൾ കുറവാണെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്പീക്കേഴ്സ് ഒന്ന് ലിമിറ്റ് ചെയ്താൽ കൊള്ളാം. ലിമിറ്റ് ചെയ്യാൻ പറയാൻ പാടില്ല, എന്നാൽ പോലും നമുക്ക് സംഘാടകർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രകാശിനോട് ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഈ അടുത്തായിട്ട് ആദിവാസികളെ സ്കൂളിലെ പുസ്തകങ്ങളിൽ പോലും ചിത്രീകരിക്കപ്പെട്ടിട്ടത് മരത്തിൽ കയറി ഇലകൾ കൊണ്ട് മറിച്ചിട്ടുണ്ടായിരുന്ന ഒരു രൂപമായിരുന്നു ഈ അടുത്ത 21-ാം നൂറ്റാണ്ടിലും ആദിവാസികൾ എന്നുള്ള രീതിയിൽ സ്കൂളുകളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടത്തേക്കാണ് പ്രകാശിൻ്റെ ഒരു കവിത സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ആദിവാസികളുടെ ഒരു ചിന്തകൾ, ആദിവാസികളെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് എങ്ങനെ മാറ്റം സംഭവിപ്പിക്കാൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യം പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു ഗോത്ര കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ടുള്ള വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നിരുന്നാലും ഇങ്ങനൊരു ഒരുമിച്ചിരിക്കാനുള്ള അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം. ഈ വേദിയിലും എല്ലായിടത്തും പറയുന്നത് പോലെ സുകുമാരൻ ചാലികഥയുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം എൻ്റെ എഴുത്തു വഴികളിൽ എന്നും സഞ്ചരിച്ച ഒരു വ്യക്തി അദ്ദേഹം തന്നെയാണ്, പിന്നെ ധന്യ വേങ്ങച്ചേരി. എന്നിരുന്നാലും ചോദ്യം, എന്താ പറയുക, കവിത നമ്മൾ ആദ്യത്തെ എനിക്ക് ചോദ്യം ചോദിച്ചപ്പോഴാണ് ആദ്യം എനിക്കൊരു ഓർമ്മ വന്നത്, ദേശാഭിമാനിയിലാണ് ആദ്യം ഒരു കവിത വരുന്നത്. അപ്പോൾ അതിനകത്ത് ഗോത്ര കവിതകൾ ആദ്യം വന്ന സമയത്ത് അതിൻ്റെ ചിത്രമായിരുന്നു, അതിൻ്റെ മുഖചിത്രമായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനമായിട്ട് മാറിയതും. എലിയെ പിടിച്ച് വരുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ അത് മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് മുന്നിൽ അത്തരമൊരു ചിത്രങ്ങളെ പ്രദർശിപ്പിക്കുമ്പം കുട്ടികൾ അങ്ങനെ തന്നെയാണ് ആദിവാസികളെ കാണുന്നത്. ഇപ്പോഴും അവർക്കൊരു മാറ്റങ്ങളിലല്ല അവർ ഇല്ലാത്തതും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവരുടെ സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്ന് അങ്ങനെയല്ല ഒരു ഇപ്പം ഞാൻ തന്നെ പല സ്കൂളിലേക്ക് പോയി അവരോട് സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾ എന്നോട് ചോദിച്ച, അവരുടെ ഇടങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യം പല കുട്ടികളും ചോദിച്ച് ഇങ്ങനെയാണ്, കാടിൻ്റെ ഉള്ളിലാണ് വാസം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാടിനെ കൃത്യമായിട്ട് എൻ്റെ കവിതകളിലെല്ലാം കാടുകളെ പരാമർശിക്കുന്നത്, കാടിനെ അത്രത്തോളം അടയാളപ്പെടുത്തിയിട്ടുള്ളത് സുകുമാരൻ ചാലികഥ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ഫോൺ കോളിൽ നിന്ന് കിട്ടുന്ന അദ്ദേഹം പകർത്തി തരുന്ന ചിത്രമാണ് എൻ്റെ കവിതയിലെ കാടുകൾ എന്ന് പറയുന്നത്. ഈ കാട് ആരതെന്ന് പറയുന്ന കവിതയിലും ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് ഉരുൾപൊട്ടി വന്ന ഒരു കവിത കൂടിയാണത്. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു കാടുമായിട്ടുള്ള ബന്ധങ്ങളില്ല. പക്ഷെ കുട്ടികളുടെ ആ ഒരു ചിന്തയാണ് അങ്ങനെയുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ അതുപോലെയുള്ള ചിത്രത്തിൽ തന്നെയുള്ള ആദിവാസിയാണോ നമ്മൾ എന്ന് പറയുന്ന ആ രീതിയിലുള്ളതാണ്. അപ്പോൾ അവർക്കതൊരു ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അപ്പം ആദ്യമായിട്ട് ഈ ഒരു കവിത വന്നപ്പം അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആദ്യമായിട്ട് ആ കവിത വായിക്കുകയും എന്നെ വന്ന് കാണുന്നത്. ആ കുട്ടി പറഞ്ഞ കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയാണ്. കുട്ടി ഗോത്രഭാഷ കവിത വായിക്കുകയും ഞാൻ ചോദിച്ചു, ഇതിൻ്റെ മലയാളം ഞാൻ വായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സാർ ഒരിക്കലും ഇതിൻ്റെ മലയാളം ആവശ്യകതയില്ല, ഗോത്രഭാഷ കൊണ്ട് തന്നെ ഞാൻ ധന്യയാണ് ഈ കവിത കൊണ്ട്. കാരണം ഗോത്രഭാഷയിലൂടെ ഈ കവിത, കാട് ആരതെന്ന് പറയുന്ന കവിത ആ ഗോത്രഭാഷയിലൂടെ തന്നെ വായിച്ച് കേൾക്കുമ്പം അത് വല്ലാത്തൊരു അനുഭവമാണ്
ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ കോഴിക്കോടിലുള്ള ഒരു ആരോമൽ എന്ന് പറയുന്ന ഒരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ച് കാടാരത് എന്ന് പറയുന്ന കവിത വായിച്ച് വൈറലായ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു പുസ്തകവും കാര്യങ്ങളൊക്കെ വരികയും ഒക്കെ ചെയ്യുകയും അവൻ ആ ഗോത്ര ഭാഷയെ അത്രത്തോളം നെഞ്ചിലേറ്റുന്നൊരു കുട്ടിയാണ്. അവൻ്റെ ഈ അടുത്ത കാലത്താണ് ദുബായിൽ അവൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്തത്. അതിനുശേഷം അവൻ ഓർക്കുന്നത് ആദ്യമായിട്ട് അവൻ്റെ വീട്ടിലൊരു മരം നട്ടുപിടിപ്പിച്ചിട്ടാണ് ആ പുസ്തകത്തെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് ആ കുട്ടി എന്നെ വിളിച്ച് സംസാരിക്കുമ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മരം നട്ടിട്ടാണ് എൻ്റെ പുസ്തകത്തെ ഓർത്തെടുക്കുന്നത്. ചോദിച്ചപ്പോൾ അവൻ പറയുന്നത്, ഒരു കാട് എങ്ങനെയാണ് ഒരു കാട് എന്ന് പറയുന്നതിന് അനുഭവിക്കുന്നത് മാമൻ്റെ കവിതയിലൂടെയാണ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരറിയാത്ത ഒരു ഗോത്ര ഭാഷയും ഒരു ഗോത്ര ജീവിതവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ചിത്രങ്ങൾ ഒരിക്കലുമല്ല ഈ ആദിവാസി ഗോത്ര ജീവിതങ്ങളും ചിത്രങ്ങളും എന്ന് പറയും. ഞാൻ തന്നെ കേട്ടിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും കണ്ടിട്ടുള്ള ചിത്രങ്ങളും കഥകളും ഒന്നുമല്ല റിയലായിട്ട് നടക്കുന്ന ഒരു ജീവിതത്തിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാടാരത് എന്ന് പറയുന്ന കവിതയിലൂടെ ഒരുപാട് മാറ്റങ്ങൾക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് എഴുത്തുകാരന് ഡയറക്റ്റായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്കത് റിയലായിട്ട് ഒരു ഗോത്ര ജനത എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ അവരുടെ മാറ്റം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും റിയലായിട്ട് ഒന്നുകൂടി പറയുന്നത് പച്ചയായ കാടിനെ എത്രത്തോളം നമ്മൾ ആവാഹിച്ചെടുക്കണം എന്നുള്ളതും കുട്ടികൾക്ക് അത്രത്തോളം നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കവിത കൊണ്ട് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതും പിന്നെ മലവെട്ടുവൻ്റെ ഗോത്രഭാഷ ഇതിലൂടെ തന്നെ അടയാളപ്പെടുത്താൻ സാധിച്ചത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു പക്ഷേ ഗോത്ര കവിതകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ത്രീപക്ഷ എഴുത്തുകാരിയായിട്ട് ശാന്തിയെ വിശേഷിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ശാന്തിയുടെ ഒരു കവിതയിൽ പറയുന്നത് എങ്ങനെയാണ് കറുത്ത വയറുകൾ വെളുത്ത കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്, ലൈംഗിക ചൂഷണത്തിനെതിരെയൊക്കെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ള കവിതകൾ ശാന്തി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ശാന്തിയുടെ ആ സ്ത്രീപക്ഷ അനുഭവങ്ങളെക്കുറിച്ചും കവിതകളെക്കുറിച്ചിട്ടും ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശാന്തി പനക്കൻ. ഞാൻ വയനാട്ടിൽ തന്നെയുള്ള കണിയാമ്പറ്റ സ്വദേശിനിയാണ്. വയനാട് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം എല്ലാവരും ഓർക്കുന്നത് കാട്, ആദിവാസികൾ, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഈ വയനാട്ടിലെ തന്നെ പണിയ, അടിയ, കാട്ടുനായ്ക്ക, കുറുമ, അങ്ങനെ പല ആദിവാസി ഗോത്ര സമുദായങ്ങളുമുണ്ട്. അപ്പൊ അതിൽ നിന്നും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ആദിവാസി വിഭാഗമാണ് എൻ്റെ പണിയ സമുദായം. അപ്പോ അവരുടെ കരച്ചിലും കണ്ണീരും ഒന്നും മറ്റുള്ളവരുടെ കാതുകളിൽ എത്തുന്നില്ല എന്നതിനൊരു തെളിവായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ആദിവാസി പ്രശ്നങ്ങൾ പലയിടത്തും സംസാരിക്കാൻ അറിയുന്നവർ സംസാരിക്കട്ടെ. അത് സംസാരിക്കാൻ അറിയാത്തവർക്ക് ചിലപ്പം എഴുത്തിലൂടെ പ്രതിഷേധിക്കാൻ പറ്റുമായിരിക്കും. അപ്പോ എൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ്, അതല്ല സംഭവത്തെക്കുറിച്ചുള്ള ഒരു പ്രതിഷേധം, അതായത് പിന്നെ എനിക്ക് അനുഭവപ്പെടുന്ന, അതായത് എൻ്റെ ദുരിതങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സമുദായത്തിൻ്റെ കൂടിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞത്. കാരണം എനിക്കധികം സംസാരിക്കാനോ എന്നെ പിന്താങ്ങാനോ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും എൻ്റെ സമുദായത്തിൻ്റെ കൂടിയാണെന്ന് മനസ്സിലാക്കുകയും അത് തുറന്ന എഴുത്തുകളിലൂടെ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാകൂ എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എഴുത്തുകളെ ഒരു തുറന്ന എഴുത്തായിട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, ഗോത്ര കവിതകൾ എഴുതിയിട്ടുള്ളത്. അതായത് ഗോത്ര ഭാഷയിലും മലയാളത്തിലും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോ അതായത് ഇന്നത്തെ സമൂഹത്തില് ഞങ്ങളുടെ ഭാഷ സംസാരിക്കാൻ പോലും മടി കാണിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അത്രക്കാരെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, അവര് മലയാളം സംസാരിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തില് നല്ലൊരു അടിത്തറയുണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു വീട് കെട്ടിപ്പൊക്കാൻ പറ്റുക. അപ്പോ എനിക്ക് നല്ലൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതായത് എൻ്റെ പിന്മുറക്കാര് എൻ്റെ
എൻ്റെ ഒരു പൈതൃകം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് എനിക്ക് ജീവിതത്തിലേക്ക് ഉയരാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷെ ഈ ഗോത്ര കവിത കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോരുത്തർക്കും ഓരോ ഫാഷനാണ്. ചിലർ ചിത്രം വരയ്ക്കുന്നു, ചിലർ പാട്ട് പാടുന്നു, ചിലർ എഴുതുന്നു, നോവൽ എഴുതുന്നു, കഥ എഴുതുന്നു, കവിത എഴുതുന്നു. എൻ്റെ തൊഴിൽ ഒരു ഭാഗത്ത് കൊണ്ടുപോവുകയും അതേപോലെ തന്നെ എൻ്റെ എഴുത്തുകളെ ഞാൻ മറ്റൊരു ഭാഗത്ത് കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ മനസ്സിലാക്കണം, അതായത് എൻ്റെ സമുദായത്തെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരായാലും അവർ എൻ്റെ എഴുത്തുകളിലൂടെയും അതായത് ഞങ്ങളുടെ സമുദായത്തെയും അറിഞ്ഞുകൊണ്ട് മാത്രം മുന്നോട്ട് വരട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എഴുത്തിൻ്റെ വഴി ഞാനിവിടെ തുറന്നിട്ടത്. അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ ഞാനൊരു കാര്യം ഒരു പ്രത്യേകം കാര്യം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പണിയ സമുദായം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വട്ടക്കളി അല്ലെങ്കിൽ കമ്പളനാട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് പലരും ഇത് വയനാട്ടിലെ ആദിവാസികളുടെ പണിയ നൃത്തമാണല്ലോ എന്നൊരു രീതിയിലേക്ക് മാറുന്നത്. അപ്പൊ അതിലൊരു സ്വയം ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. അതായത് ഈ വട്ടക്കളിക്ക് എൻ്റെ ഊരിലെ എൻ്റെ കുട്ടികളായാലും ഞാനായാലും പറയുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. അതാണ് ഞങ്ങളുടെ ഒറിജിനൽ, അതായത് അതിൻ്റെ ഒരു ആദിവാസി വാക്കെന്ന് പറയുന്നത് അതാണ്. വട്ടക്കളി എന്ന് പറഞ്ഞാൽ കോരിക്കളി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വട്ടക്കളി എന്ന വാക്ക് ഒരു മലയാളീകരണ വാക്കാണ്. അത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കറുത്ത വയറിന്റെ വെളുത്ത കുഞ്ഞെന്ന് പറയുന്ന ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവിവാഹിതരായിട്ടുള്ള അമ്മമാര് നമ്മുടെ വയനാട്ടിലുണ്ട്. അത് പണിയ സമുദായത്തിലും അല്ലാതെയും എല്ലാവരും ഉണ്ട്. പക്ഷേ അതായത് ഈ പണ്ടത്തെ കാലത്ത് ഒരു ജന്മിയുടെ വീട്ടിലേക്ക് പണിക്ക് പോവുകയാണെങ്കിലും അവിടുത്തെ പല ആദിവാസി അമ്മമാർക്കും ഒരു നേരിടേണ്ടി വന്നിട്ടുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഞാൻ ആ കവിതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള എന്നെ പോലെയുള്ള ആൾക്കാര് എൻ്റെ പൊന്മുറക്കാരെ നോക്കാതെ പിന്നെ മറ്റാരാണ് നോക്കുക? ആ ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ് ഞാൻ ഈ എഴുത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ, ലിജിനയോടാണ്. ആദിവാസി ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ആദിവാസി എന്നുള്ള എഴുത്തിനെ നമുക്ക് ഒറ്റ യൂണിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ആദിവാസി എന്ന് പറയുന്നത് വ്യത്യസ്ത ഗോത്രങ്ങളുടെ ഒരു സംഗമവും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ലിജിനയുടെ കവിതകളിലേക്ക് ആദിവാസി സംസ്കാരം കടന്നു വരുന്നത് എന്നുള്ളതാണ്. ഏവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഈ WLF-ലേക്ക് എന്നെ ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ കവിതകളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഗോത്രത്തെക്കുറിച്ച് പറയണം. ഞാനൊരു മലവേട്ടുവ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ കൂടുതലായിട്ടും സാറ് പറഞ്ഞതുപോലെ ഭാഷ ഒരു സുപ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതലായും എൻ്റെ എഴുത്തുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ എൻ്റെ എഴുത്തുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് എങ്ങനെ എൻ്റെ ഭാഷയിലൂടെ രേഖപ്പെടുത്താം അല്ലെങ്കിൽ അടയാളപ്പെടുത്താം. അപ്പോൾ ഞങ്ങളുടെ പൂർവികർ എങ്ങനെയാന്ന് വെച്ചാൽ ജന്മിയുടെ അടുത്ത് പണി ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങളൊക്കെ പാട്ടിലൂടെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരു മംഗളംകളിപ്പാട്ടിൻ്റെ വരികളിലൂടെ പറഞ്ഞു തരാം. പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞു മണവട്ടിപ്പെണ്ണ്, ആ പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞു മണവട്ടിപ്പെണ്ണ്, പന്തല് കൂടി കളിക്കുവനക്കൊരു കാക്കിടം കാപ്പടമില്ല, ആ പന്തല് കൂടി കളിക്കുവനക്കൊരു കാക്കിടം കാപ്പടമില്ല,
കാക്കിടങ്കപ്പടമില്ലെങ്കിൽ പെണ്ണ് കടം വായ്പേ തരുവേൻ. കാക്കിടങ്കപ്പടമില്ലെങ്കിൽ പെണ്ണ് കടം വായ്പേ തരുവേൻ. ഇന്നാലും വാ പെണ്ണേ പന്തലി കളിപ്പാ. ഇന്നാലും വാ പെണ്ണേ പന്തലി കളിപ്പാം. ആര് തந்த പുടവേ ആ തമ്പുരാൻ തந்த പുടവേ. കീറിപ്പോയാലും പാറിപ്പോയാലും ആര് തുന്നിത്തരും ആ കണ്ണച്ചൻ തുന്നിത്തരും. ഇതെല്ലാം കാണുവാനോ കേൾക്കുവാനോ നാനൊരുത്തനേയുള്ളൂ. നേരു പറയുവാനോ നാനൊരുത്തനേയുള്ളൂ. പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വട്ടിപ്പെണ്ണ്. ആ പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വട്ടിപ്പെണ്ണ്. പന്തല് കൂടി കളിക്കുവാനൊരു മേക്കിടങ്കുപ്പായമില്ല. പന്തല് കൂടി കളിക്കുവാനൊരു മേക്കിടങ്കുപ്പായമില്ല. കുമ്പളപ്പൂള് കറിയ ആ മത്തം പൂള് കറിയ. കൊടത്ത് കുന്നൊരു കുന്ന ആ വട്ടില കുട്ടി കനമ്മ. ഞങ്ങളുടെ പൂർവികർ എങ്ങനെയാന്ന് വെച്ചാല് ഈ പരാതികളും പരിഭവങ്ങളും ജന്മികളുടെ മുൻപില് ഇങ്ങനെ എന്താ പാട്ടിലൂടെ അവർക്ക് നേരിട്ട് പറയാൻ ഭയമാണ്. അപ്പം അതേ വഴി തന്നെയാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിപ്പോൾ കവിതയിലൂടെ ആകുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് പറയുന്നതിലുപരി നമുക്ക് ആശയങ്ങളിലൂടെ ആരുടെ മുന്നിലും എന്തും നമുക്ക് വിളിച്ചു പറയാം കവിതയിലൂടെ. അപ്പോൾ എൻ്റെ പൂർവികർ സ്വീകരിച്ച അതേ വഴി തന്നെയാണ് ഞാൻ കവിതകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഭാഷയിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ പട്ടയക്കടലാസ് എന്നുള്ള ഒരു കവിത, എൻ്റെ പട്ടയക്കടലാസ് എന്നുള്ള പറയുന്ന കവിത കേരള സർവകലാശാല BA മലയാളം സിലബസിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ കവിത എന്ന് വെച്ചാൽ ഞങ്ങളുടെ വിഭാഗത്തിന് അല്ലെങ്കിൽ ആദിവാസികളുടെ ഭൂമിയൊക്കെ ആദിവാസികളുടേതാണെന്ന് പറയുമെങ്കിലും ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ആദിവാസികൾ എന്ന് പേര് മാത്രമേ ഉള്ളൂ. കാടിൻ്റെ ഉടമ അല്ലെങ്കിൽ കാടിൻ്റെ മക്കൾ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ താമസിക്കാൻ ഒരിടത്തിന് വേണ്ടി ഗവൺമെൻറ്റിന് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ട ഒരു ഗതികേടാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വിഷയം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയും തുറന്നു പറയണം. അത് ഞങ്ങളുടെ ഭാഷയിലൂടെ തന്നെ ആവട്ടെ എന്ന് കരുതി അങ്ങനെയാണ് ഞാൻ മലവേട്ടുവ ഭാഷ. മറ്റൊന്നും പറയാനില്ല. അതായത് വെന്ത് വെണ്ണീറായി തീരുന്നതിന് മുൻപേ ഊതിക്കാച്ചി എടുക്കാനുള്ളൊരു ശ്രമമായിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ കവിതയിലൂടെ എൻ്റെ ഭാഷയിലൂടെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മൾ അവസാന സ്പീക്കറിലേക്ക് എത്താം. അപ്പം നമുക്ക് എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു നഷ്ടപ്പെടുത്തലുകളെ കുറിച്ച് പറഞ്ഞു. ആദിവാസികളെ ഇന്ന് നോക്കുന്ന സമയത്ത് സംസ്കാരങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന ഒരു ജനതയായിട്ടാണ് പൊതുസമൂഹം പൊതുവെ കാണുന്നത്. എന്നാൽ ഈ നഷ്ടപ്പെടുത്തലുകളല്ല, അവർ നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അവരിലേക്ക് നഷ്ടപ്പെടുത്തിയതാണ്, കടന്നുകയറ്റങ്ങൾ അവരെ നഷ്ടപ്പെടുത്തിയതാണ് എന്നുള്ളൊരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയം ഓതുന്നൊരു കവിത അജയൻ എഴുതിയിട്ടുണ്ടായിരുന്നു, വേടൻ്റെ കെണി എന്ന് പറയുന്നൊരു കവിത. അപ്പോൾ അജയൻ്റെ ഒരു കവിതയിലൂടെ ഈ സെഷൻ അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. KLF-ലേക്ക് ക്ഷണിച്ച ആദ്യമേ നന്ദി പറയട്ടെ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു കവിത, വേടൻ്റെ കെണിയല്ല, അത് ഈ അടുത്ത് എഴുതിയ വേറൊരു കവിത ചൊല്ലാം. കവിത എന്ന് വെച്ചാൽ അതിൻ്റെ ഇത് പറയാം, ഒരു ഫോറസ്റ്റ് ഗാർഡ് കടുവ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കാട്ടുനായ്ക്ക കുടിയൊഴിപ്പിക്കുന്നു. അത് അയാൾ തന്നെ ഫോറസ്റ്റായപ്പോൾ നാട്ടിലിറങ്ങിയ കടുവകളെ പിടിച്ച് കാട്ടിലേക്ക് വിടുന്ന ഒരു സബ്ജക്റ്റാണ് ഞാൻ കവിതയായിട്ട് ചൊല്ലുന്നത്. അപ്പോൾ എൻ്റെ കവിതയുടെ പേര് ബൊമ്മനും ലക്ഷ്മിയും പിന്നെ സുരേഷ് ഫോറസ്റ്ററും. കൊമ്മഞ്ചേരി എന്നൊരു സ്ഥലം
കാട്ടിനുള്ളിൽ നിന്ന് കടുവ സങ്കേതത്തിനായി ഒഴിപ്പിച്ച ട്രൈബൽ സെറ്റിൽമെൻ്റാണ്. കാട്ടുറവകളിൽ ദാഹം തീർത്ത് മടങ്ങിയ കൂർത്ത നഖമൊളിപ്പിച്ച കാൽപ്പാടുകളിൽ വിശപ്പിൻ്റെ കണ്ണുകൾ, നീരൊഴുക്ക് മുറിഞ്ഞു പറ്റിയ പുഴയിലെ കൊഴിഞ്ഞ ഇലകളിൽ മറയുന്ന മീൻ കണ്ണുകൾ, മഴയിൽ തളിർത്ത ഇലകളിൽ കിളിർത്ത പൂക്കളിൽ പഴങ്ങളിൽ വിശപ്പിൻ്റെ മാൻകണ്ണുകൾ, കാട്ടുകിഴങ്ങും കാട്ടുതേനും തിരഞ്ഞുപോയ കാട്ടു വഴി വളവുകളിൽ വഴിയടയാളങ്ങൾ കോറിയ മരമുറിവുകൾ, മര നിഴലുകളിലെ നിശബ്ദതയിൽ വഴിമാറുന്ന കൊമ്പൻ്റെ ശാന്തത, കടുവയുടെ വന്യത, കൂട്ടുകൂടുന്ന മലയണ്ണാൻ, പാട്ടുപാടുന്ന കാട്ടുതത്ത, 8ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കാടിൻ്റെ മക്കളുടെ കൊമ്മഞ്ചേരിയിലേക്ക് കരിയിലകളെ പൊടിച്ചുകൊണ്ട് ഫസ്റ്റ് ഫോറസ്റ്റ് ജീപ്പ് ഫെൻസിംഗ് വേലി കടന്നെത്തി. പുഴയ്ക്ക് പോകാനിറങ്ങിയ ബൊമ്മനും രാജുവും കരിയനും ജീപ്പിൽ സുരേഷ് കാട് വാച്ചർ വാസും ഇറങ്ങുന്നുണ്ട് പെട്ടെന്ന് നിന്നു. സുരേഷ് കാട് ഒരു ബുക്കെടുത്ത് എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നതിനിടയിൽ വാച്ചർ വാസു അവരോടായി പറഞ്ഞു, മതി, ഇനി നിങ്ങൾ പുഴയ്ക്ക് പോകരുത്. നിങ്ങൾക്കുള്ള വീടുകൾ പുറത്ത് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇനി പെട്ടെന്ന് തന്നെ കാടുകൾ ഇറങ്ങണം. 10 ലക്ഷത്തിൻ്റെ രേഖകളില്ലാത്ത ബാധ്യതയില്ലാത്ത പച്ച മരത്തണലിലെ കൊമ്മഞ്ചേരിയെ പതിഞ്ഞ വാക്കുകൾ കൊണ്ട് പറിച്ചുമാറ്റി പച്ച വീട് കാടിറങ്ങി. എൻ്റെ കൂസുവിന് ഇനി കളിക്കാൻ മലയണ്ണാനില്ല. എൻ്റെ കൂസുവിന് ഇനി മിണ്ടാൻ കാട്ടുതത്തയില്ല. എൻ്റെ കൂസുവിന് കയറാൻ കാട്ടുമരങ്ങളില്ല. എൻ്റെ കൂസുവിന് കളിക്കാൻ ഇനി കാട്ടരുവികളില്ല. എൻ്റെ കൂസുവിനെ സ്നേഹത്തോടെ നോക്കാൻ ഇനി കലമാനുകളില്ല. തോളിൽ മകളെയുമെടുത്ത് പുറത്ത് മുണ്ടിൽ പൊതിഞ്ഞ തുടിയുമെടുത്ത് ബൊമ്മനും കൂടെ കൊമ്മഞ്ചേരിക്കാരും കരിയിലകൾ പൊടിയാത്ത ചോടുമായി നിസ്സഹകരയായി കാടിറങ്ങി. കടുവാപ്പല്ലിറങ്ങിയ ഒരു കലമാൻ്റെ ചോരയിൽ കരിമരുന്നിൻ്റെ കരിയിലകൾ ചുവന്നു. കാട്ടുമഞ്ഞിൻ്റെ തലോടലിൽ മരങ്ങളിൽ നിന്നും വഴിയടയാളങ്ങൾ കൂറിയ മരമുറിവുകൾ മാഞ്ഞു. കാട്ടുപക്ഷികളുടെ കരച്ചിലിൽ കൊമ്മഞ്ചേരിയിലെ കുടിലുകളിൽ കാട്ടുവള്ളികൾ പടർന്ന് പന്തലിച്ചു. കൊമ്മഞ്ചേരിയിലെ ആൽമരച്ചോട്ടിൽ തുടിതാളത്തിൽ ഉണർന്ന് ഉറഞ്ഞു തുള്ളി കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന കൊമ്മഞ്ചേരിയുടെ തമ്പായി മാത്രം കാടിറങ്ങാൻ കഴിയാതെ കാവിലെ മരച്ചുവട്ടിൽ ചിതൽപ്പുറ്റ് പുതിച്ചുറങ്ങി. വർഷങ്ങൾക്ക് ശേഷം 54 എന്ന് പറയുന്നത് കാടിറങ്ങിയ അക്രമരാളിയ കടുവകളെ പിടിച്ച് കാട്ടിലിടുന്ന സ്ഥലമാണ്. ഇന്നലെ രാത്രി മടൂർ ശ്രീധരേട്ടൻ്റെ പശുക്കിടാവിനെ കടുവ പിടിച്ചു. മിനിങ്ങാന്ന് പുല്ലുമല മത്തായി ചേട്ടനത് CCയിൽ, വാകേരിയിൽ, മാനന്തവാടിയിലും ബത്തേരിയിലും പഴൂരിലും പുൽപ്പള്ളിലും കടുവ ഇറങ്ങി പശുക്കളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും സമരം, പ്രതിഷേധം. ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ പോലും സ്വന്തം പറമ്പെന്ന് കയറാത്ത മത്തായി ചേട്ടൻ വരെ ടാർ റോഡിൻ്റെ ചൂടറിഞ്ഞു. റോഡ് ഉപരോധം, ക്യാമറ വയ്ക്കുന്നു, പിടിക്കാൻ ഉത്തരവുന്നു, കെടിവെച്ച് കടുവകളെ പിടിക്കുന്നു. സുരേഷ് ഫോറസ്റ്ററും ഗാർഡുമാരും കടുവയ്ക്ക് കൂട് വെച്ച് കാത്തിരിക്കുന്നു. എത്ര രാത്രിയാണ് കാത്തിരിക്കുന്നത്? CCയിലും വാകേരിയിലും മാനന്തവാടിയിലും ബത്തേരിയും എല്ലായിടത്തും കെണിവെച്ചു. കെണിയിൽ കുടുങ്ങുന്ന ഓരോ കടുവകളെയും 54ലേക്ക് കൊണ്ടുപോയി കൂട്ടിലടച്ചു. കെണിവെച്ച് തങ്ങളെ ഒരുപാട് ഉറക്കമുഴപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് കൂട് നിറഞ്ഞു നിൽക്കുന്ന ലക്ഷ്മി എന്ന കടുവയെ നോക്കി സുരേഷ് ഫോറസ്റ്റ് പറഞ്ഞു, എൻ്റെ അമ്പോഹി എത്ര വലുതാണ്! ഇവനാണ് എൻ്റെ ഇളയച്ചൻ്റെ പശുവിനെ പിടിച്ചത്. കിച്ചു നിർവികാരമായി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. രാജു ബീഫ് കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നു. ആതിര കണ്ണുകളടച്ച് കിടക്കുന്നു. കൃഷ്ണ കാട്ടിനുള്ളിലെ 4 ചൂടുകൾ കൊണ്ട് കുന്നുകൾ നടന്നു തീർക്കുന്നു. ലക്ഷ്മി ഇരപിടിച്ച് പഠിക്കും മുൻപേ 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിശബ്ദനായി നുരയും പതയും ഒലിപ്പിച്ച് പുറത്ത് ചായ കുടിക്കുന്നു. ചായ കുടിക്കുന്ന സുരേഷ് ഫോറസ്റ്റിനെയും മറ്റു ഫോറസ്റ്റ് വാച്ചർമാരെ നിസ്സഹകരമായി നോക്കി നിൽക്കുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഫോറസ്റ്റിൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നു. മൂടക്കൊല്ലിൽ യുവാവിനെ കടുവ കൊന്നു തിന്നിട്ടുണ്ട്. പച്ച നിറമുള്ള ജീപ്പുകൾ നാട്ടിലേക്ക് ഇറങ്ങി. കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലെ ജീപ്പിൽ മനോജ് സാർ കഷണ്ടിത്തല തടവിക്കൊണ്ട് ജനങ്ങളാരും പുറത്തിറങ്ങരുത് എന്ന വാണിംഗ് അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ട് തലങ്ങും വിലങ്ങും പാഞ്ഞു. പുതിയ കോൺക്രീറ്റ് വീട്ടിൽ ഉറക്കം വരാതെ കരയുന്ന തൻ്റെ പേരക്കുട്ടി ഉറക്കാൻ ബൊമ്മൻ ഒരു താരാട്ട് പാടുപാടി. എൻ്റെ കൂസ് ഉറങ്ങ് ഉറങ്ങ്. കൊമ്മഞ്ചേരി മലയിലത മാൻകുട്ടി ചാടിച്ചാടിപ്പോകുന്നു. മലയണ്ണാത തുള്ളിത്തുള്ളിപ്പോകുന്നു. മീനുകളെല്ലാം നീന്തി പോകുന്നു. പക്ഷിയുടെ ഉറക്കമുറങ്ങ്, മാനിൻ്റെ ഉറക്കമുറങ്ങ്, മീനിൻ്റെ ഉറക്കമുറങ്ങ്, ആനയുടെ ഉറക്കമുറങ്ങ്. ഉറങ്ങ് ഉറങ്ങ്, എൻ്റെ കൂസ് ഉറങ്ങ്. എന്നിട്ടും അസ്വസ്ഥതയോടെ ഉറങ്ങാതെ കരയുന്ന പേരക്കുട്ടിയെ ഉറക്കാൻ ബൊമ്മൻ തൻ്റെ തുടിയെടുത്ത് തുടച്ച് ചൂട് വെണ്ണീരച്ച് കഴിഞ്ഞ് ചൂടാക്കി താളത്തിൽ ഉച്ചത്തിൽ അറിയാൻ തുടങ്ങി. ആ തുടിതാളത്തിൽ അങ്ങ് കൊമ്മഞ്ചേരിയിലെ ആൽമരച്ചുവട്ടിൽ ചിതൽപുറ്റ് മൂടിയ ശിലയിൽ കനത്ത നിശബ്ദതയിൽ വേദനയിൽ പിടയുന്ന അരൂപിയായ ദൈവത്തിൻ്റെ ഒരു തേങ്ങൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. കൂട്ടിലകപ്പെട്ട എൻ്റെ മക്കളെ, എൻ്റെ മക്കളെ,
എൻ്റെ മക്കളെ, കാടിൻ്റെ മക്കളെ, ഇവിടെ ആരെയും കാണുന്നില്ല, ഏയ് എൻ്റെ മക്കളെ. ഓക്കെ, ഡിസ്കഷന് സമയമില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് പറയാനുള്ളത് ഗോത്ര കവിതകൾ എന്ന് പറഞ്ഞാൽ ഗോത്ര എഴുത്തുകൾ എന്ന് പറയുന്നത് മുഖ്യധാര എഴുത്തുകളിൽ പോലെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും, കാരണം ഗോത്ര എഴുത്തുകളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഓരോ വ്യത്യസ്ത ഗോത്രത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ സാംസ്കാരിക ജീവിത പരിസരത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് പറഞ്ഞതുകൊണ്ടും ഗോത്ര കവിതകൾക്ക് വേദിയൊരുക്കി തന്ന WLF ഒരിക്കൽ കൂടി നന്ദികൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.